Welcome to Aspirant's Perspective. This is my first ever long video. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആദ്യം തന്നെ പറയുവാണ്, forgive me if there is any. This is a new session named Daily 10 UPSC PYQ Analysis. Introduction. Why UPSC PYQ Analysis is important to this journey അല്ലെങ്കിൽ to our journey. UPSC എന്ന എക്സാമിനെ കുറിച്ച് പലതരം മിത്തുകളും നിലവിലുണ്ട്. ഈ പ്രിപ്പറേഷൻ ജേണിയിലേക്ക് വരുന്നതിന് മുന്നേ ഭൂമിക്ക് താഴെയുള്ള സകലമാന കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്ന ഒരു എക്സാമാണ് UPSC എന്നൊക്കെയാണ് നിലവിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു മിത്ത്. ഞാനടക്കമുള്ള എല്ലാ ആസ്പിറൻസും അത് കേട്ടിട്ടുണ്ടാവും. സോ UPSC എന്ന എക്സാമിനെ കുറിച്ചും ആ എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഏറ്റവും ഒതൻറ്റിക്കായിട്ട് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയാണ്. ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ സബ്ജക്ട്സിന് മുൻഗണന കൊടുക്കണം, ഏതൊക്കെ സബ്ജക്ട്സ് പ്രിലിംസ് ലെവലിൽ എലിമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ടൈം കൊടുക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ഈ ഡെയിലി സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പാറ്റേൺ മാറിയത് മുതൽ നമ്മുടെ മുന്നിൽ 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 2013, 14, 15, 16, 17, 18, 24 വരെയുള്ള 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് മുന്നിൽ മാക്സിമം എടുത്താൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളുമുണ്ട്. ഡെയിലി 10 PYQs വെച്ച് സോൾവ് ചെയ്യാൻ ഒരു മാക്സിമം പോയാൽ 1 hour എടുക്കും. പിന്നീട് അതൊരു കൺസിസ്റ്റൻ്റായി ചെയ്ത് വരുമ്പോഴേക്കും 10 minutesലേക്ക് വേണമെങ്കിൽ ചുരുങ്ങാനും സാധ്യതയുണ്ട്. സോ നമ്മൾ UPSC PYQs ഡെയിലി 10 എണ്ണം വെച്ച് അത് ജസ്റ്റ് വായിച്ചു പോവല്ല, അത് പഠിച്ചു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മാസം 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ 4 മാസം കൊണ്ട് UPSC PYQ നല്ല രീതിക്കൊരു ധാരണയും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. ഇങ്ങനെയാണ് ഈ ഒരു സെഷൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം, അല്ലാതെയും നിങ്ങൾക്ക് പഠിക്കാം. എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആവും എന്നെനിക്കറിയില്ല. മാക്സിമം കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കും. പറ്റുന്നിടത്തോളം ആ ഒരു ജേർണി ഇതിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്, ഡെയിലി 10 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് 2024 വരെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബ്രിങ് സം മാജിക് ഇൻ ടു യുവർ പ്രിപ്പറേഷൻ, ഇൻ ടു അവർ പ്രിപ്പറേഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു.